ഹായ് ഹലോ. ഇന്ന് രാവിലെ തന്നെ ഒരു യാത്ര പോവുകയാണ്. പത്തനംതിട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കല്യാണമുണ്ട്, അവളുടെ ആങ്ങളയുടെ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. പത്തനാപുരത്താണ് കല്യാണം. കണ്ണൂരിൽ നിന്ന് എൻ്റെ അനിയത്തിയൊക്കെ പത്തനാപുരത്തേക്ക് വന്നിട്ടുണ്ട്. അവരവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. 4 മണി ആയതേ ഉള്ളൂ സമയം വെളുപ്പിന്. ഇതിപ്പോൾ കട്ടപ്പന എത്തിയിട്ടുണ്ട്. അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് പമ്പിൽ. കണ്ട നല്ല ഇരുട്ടാണ്, ഭയങ്കര മഞ്ഞുണ്ട്. നല്ല ക്രിസ്മസിൻ്റെ സമയമൊക്കെ അല്ലേ, ഇപ്പം നല്ല മഞ്ഞുണ്ട്. ഇതിപ്പോൾ കുട്ടിക്കാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഒന്നും കഴിച്ചില്ല. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ഇതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഉണ്ടല്ലേ, സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇത് വാവേർപ്പള്ളിയാണ്. അവിടെ അയ്യപ്പന്മാരിങ്ങനെ റോഡ് വഴി ഇങ്ങനെ പേട്ടതുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. വരുന്ന വഴിയൊക്കെ അയ്യപ്പന്മാരിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു ഒത്തിരി. അങ്ങനെ പത്തനംതിട്ട എത്തിയപ്പം അവിടെ ഒരു ഹോട്ടലിൽ കയറിയ ഒന്നും കഴിച്ചില്ല. അപ്പം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അനിയത്തേക്ക് ഉള്ളിടത്തേക്ക് പോകാൻ, റൂമിലോട്ട്. അപ്പം വെള്ളയപ്പവും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു, മുട്ടക്കറിയും. അങ്ങനെ അതൊക്കെ കഴിക്കാൻ നല്ല കുഞ്ഞി കൊട്ടയില കൊണ്ടുവച്ചു. ഇപ്പോൾ അത് അവിടുന്ന് കഴിച്ചിറങ്ങി. ഇപ്പോൾ അനിയത്തിയൊക്കെ എടുത്ത് പത്തനാപുരം അവർ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് വന്നതാണ് അവർ. അപ്പം കുറേ നാൾ കൂടി കാണുന്നതിൻ്റെ സന്തോഷപ്രകടനമൊക്കെയാണ്. മൊയ്യും കൊഞ്ചിക്കലൊക്കെ ആയിട്ടത്. അവന് അവളുടെ പിള്ളേരുടെ കൂടെ കളിക്കുകയാണ്, ചേച്ചുവിൻ്റെ കങ്ങാടെയൊക്കെ കൂടെ. അങ്ങനെ അവിടുന്ന് ഒരുങ്ങി ഇപ്പോൾ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്. നമ്മളവിടെ ഇറങ്ങി നിന്നപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ വരുന്നേ ഉള്ളേ. അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് അവർ സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ നാത്തൂൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്നാണ് പത്തനാപുരത്തേക്ക് വന്നത്. പെണ്ണ് പത്തനാപുരംകാരിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂന്. അവിടെ ഞങ്ങളെ കണ്ടപ്പോഴത്തേന് വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ടാണ്. അങ്ങനെ ഇപ്പോൾ കല്യാണം കെട്ടാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ പെണ്ണ് വരുന്ന ഇതാണ്. അതാണ് അവളുടെ ആങ്ങളയെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അനിയത്തിനെ എൻ്റെ ഉപ്പാനെയൊക്കെ കണ്ണൂരേക്കുള്ള ബസ്സിന് കയറ്റി വിട്ട്. ഇനിയിപ്പം ഞങ്ങൾ മോണി എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. അവിടെ വന്നത് ഇക്കായും അഫ്നുമോനും ആനയുടെ പ്രതിമയൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ ഒറിജിനലാണ്. ഇത് 4 എണ്ണം ഉണ്ട് ഇവിടെ.
ഇവിടെ കയറുന്നതിന് മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയും, പിന്നെ പാർക്കിങ് 4 വീലർ പാർക്ക് ചെയ്യുന്നതിന് 40 രൂപയും കൊടുക്കണേ. പിന്നെ ഇവിടെ അടിപൊളിയാണ്, പിള്ളേർക്കുള്ള പാർക്കും പിന്നെ ആർട്ട് ഗാലറി, അങ്ങനത്തെ മ്യൂസിയം അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി പിള്ളേർക്ക് നല്ല ഈ മനോഹരമായ ചുവർ ചിത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറേ പ്രതിമകളൊക്കെ ആയിട്ട് നല്ല മുത്തുക്കുടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പലതരം പ്രതിമകൾ ആനയുടെ. പിന്നെ ആനയെക്കുറിച്ചുള്ള ബുക്കുകളും പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമയുടെ ഇതൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അശോകവനം, അങ്ങനെ നല്ല തണലായിട്ട് അശോകവനത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ. പിന്നെ 3D ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇത് മ്യൂസിയമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ചുമർ ചിത്രവും പിന്നെ ഒരാനയും ഫ്രണ്ടിൽ തന്നെ. പിന്നെ ആനയെക്കുറിച്ച് അതിനെ മെരിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇത് ആനയുടെ ഒരു അസ്ഥികൂടമൊക്കെ ഉണ്ട് ചില്ലിനകത്ത്. പിന്നെ അതിനെ മെരിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ അസ്ഥികൂടമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ വന്നു. അഫ്നുമോന് പേടിയായതുകൊണ്ട് അച്ചുമോനും കൂടെ കയറി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഏലപ്പാറ വന്ന് സ്പൈസസും തേയിലപ്പൊടിയൊക്കെ മേടിച്ചേ. അങ്ങനെ ഇപ്പോൾ തൂക്കുപാലം എത്തിയിനി രാത്രി കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ. ഇപ്പം വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 8:30 സമയം. രാവിലെ 4 മണിക്ക് പോയിട്ട് ഇപ്പോൾ 8:30, രാത്രി 8:30 ആയപ്പോഴാണ് തിരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ്.